ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. അപ്പം ബസ് വരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നതാണ്. സെക്യൂരിറ്റി എന്നെ കളിയാക്കുന്നതാണ്. ഞാനും വിദ്യയായിരുന്നു ഇന്ന് ഈവനിങ് ഡ്യൂട്ടിക്ക്. സാധാരണ കറക്റ്റ് സമയത്ത് ബസ് വരുന്നതായിരുന്നു, ഒന്ന് കുറച്ച് ലേറ്റ് ആയിരുന്നു. ട്രെയിനി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവരുടെ ബസ് ലാസ്റ്റ് ഇവരുടെ ബസ് ആദ്യം വന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ബസ് വന്നു. അവരുടെ ബസ് വന്നിട്ട് അവരാദ്യം തന്നെ പോയി. ഞങ്ങളുടെ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നു ഓരോ ബസ് വരുമ്പോഴും. ഒരു സെറ്റ് പോയി, ഇനി ഇത് അടുത്ത സെറ്റ്, ഓരോ സെറ്റായിട്ട് ഇങ്ങനെ പയ്യെ പൊക്കോണ്ടിരിക്കും. അവരുടേത് പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ബസ് വന്നത്. ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്, ഭയങ്കര തീ പോലെ പൊള്ളുന്ന വെയിലാണ്. ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് ആളെ എടുത്ത് വരുന്നതാട്ടോ. ഇതാ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ. അങ്ങോട്ട് പോകുമ്പം ഈ പൊരുവേലത്ത് എങ്ങനെ ഇവർ സൈക്ലിങ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഒരു കഴിവായിരിക്കും. അവർ 2-3 സെറ്റായിട്ടാണ് വന്നത്. ഒരു സെറ്റ് പോയി, സിഗ്നൽ നോക്കാണ്ട് അവർ പോയി. ഈ സെറ്റ് ഇച്ചിരി ഡീസൻ്റാണെന്ന് തോന്നുന്നു. അവർ സിഗ്നലൊക്കെ നോക്കി പയ്യെ പോകുന്നത്. ഇവരിങ്ങനെ എന്തിനായി ലൈനായിട്ട് പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഞങ്ങൾക്കൊരു 3/4 മണിക്കൂറോളം ട്രാവലുണ്ട്. ഇത് ഞങ്ങളുടെ ഗേൾസിൻ്റെ ലോക്കർ റൂം. ഇവിടെയാണ് ഞങ്ങളുടെ ബാഗും ഐറ്റംസും എല്ലാം വെക്കുന്നത്. അവളത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഡ്യൂട്ടിക്ക് കയറണം, സമയമൊന്നുമില്ല. നാളെ വീക്കെൻഡ് ആണെങ്കിലും എനിക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പം നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളുടെ സീനിയർ പറഞ്ഞു തരുന്നു. അമ്മച്ചി ഫിലിപ്പീനി, അപ്പം ഫിലിപ്പീനി ഇംഗ്ലീഷ് മനസ്സിലാവും നമുക്ക് പെട്ടെന്ന്. നമുക്കിവിടെ അടുത്തും ഒരു മലയാളി ചായക്കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും ചായ എടുക്കും. അവിടെ ഇരുന്ന് കഴിക്കാൻ സൗകര്യമില്ല കേട്ടോ. അപ്പം ഞാൻ ചായ എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്ന്. വിദ്യയ്ക്ക് ഇറങ്ങാൻ പറ്റിയില്ല ബ്രേക്കിന്. എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയിൽ നടന്നൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഞാനതും പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. എൻ്റെ വ്ളോഗൊന്നും നടന്നില്ല. 8 മണി വരെ ഞങ്ങൾക്ക് ഡ്യൂട്ടി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഈ ഗ്രൗണ്ട് വരെ ഞങ്ങൾക്ക് നടത്താൻ കേട്ടോ. കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അതുവരെ നടക്കാൻ കാണുന്നതാണ് ഞങ്ങൾ ബസ് ഇവിടെ നിർത്തി. ഈ സമയമാണെങ്കിലും നല്ല ചൂടാണ് കേട്ടോ. പുറത്തൊക്കെ നല്ല ചൂട്. 8:20 വരെയൊക്കെ ബസ് എല്ലാവരെയും വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കും. പിന്നെയും നമ്മൾ ട്രാവൽ. കുറച്ച് നേരം ഉറങ്ങാനൊക്കെ ഉള്ളൊരു സമയം കിട്ടും. പെട്ടെന്ന് ഇറങ്ങിപ്പോകും നമ്മൾ. എൻ്റെ റൂം 6th ഫ്ലോറിലാട്ടോ. അപ്പം ലിഫ്റ്റ് കയറി പെട്ടെന്ന് വീട്ടിലെത്തും. ഈ എത്ര ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും നമ്മുടെ ബെഡ് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ആശ്വാസം അല്ലേ. എനിക്ക് എൻ്റെ ബെഡൊക്കെ ഒന്ന് കണ്ടാൽ മതി. അപ്പം തന്നെ എനിക്കൊരു പ്രത്യേക ഒരു ആക്റ്റീവ് എനർജി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കേക്ക് കട്ടിങ്ങിന് പോകാനുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മിഥുൻ ചേട്ടൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് കട്ടിങ് കൂടെ ഉണ്ട്. അപ്പം അതിനും കൂടെ കുളിയും നനയൊക്കെ കഴിയുന്നതിന് മുന്നേ അതും കൂടെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത്രയും പേര് ഒരു ഫ്ലോറിലാട്ടോ. വിദ്യ വേറെ ഫ്ലാറ്റിലാണ്, ഞാനും സീനലും ഒന്നിച്ചാണ്. അതാരാ? ഇങ്ങനെ ഒരാൾ ഇതിനകത്തുണ്ടായിരുന്നോ? ഹാപ്പി ആനിവേഴ്സറി. എടുക്കാൻ കിട്ടണ്ടേ? എന്താണോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൾക്കാർ കൂട്ടാണ്ട് എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. കാറിൽ നിന്ന് ഇറങ്ങി വന്നത് 2 ഫ്രണ്ട്സാണ്. ഒന്ന് ഞങ്ങളുടെ മെഷീൻ്റെ എഞ്ചിനീയർ. ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഓപ്പോസിറ്റ് ഒരു നേപ്പാളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിലോട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോഴാണ് ഇവരെ കണ്ടത്, ദീപ്തിനെയും പ്രീതിനെയും കണ്ടത്. അപ്പോൾ അവരും കൂടെ കഴിക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പോകാം കേട്ടോ അങ്ങോട്ടേക്ക്. നമ്മൾ ലൈവ് പോയി കണ്ടോ? ലൈവ് പോയത് കണ്ടോ? എന്ത് വാങ്ങിച്ചാലും മുന്തിരി ഞാനത് എന്ത് മേടിച്ചാലും മുഞ്ചു. ഇത് ഉണക്കിയായിരിക്കും. ഇത് ഞാൻ സത്യത്തിനെ കൊള്ളാം. തിന്നാൻ പറ്റുന്നില്ല. നമുക്ക് എടുക്കാൻ പ്രശ്നം. നമുക്ക് എവിടെ പോയാലും മുന്തില്ല. ഒരു പ്ലേറ്റ് വാങ്ങാവൂ. ഓക്കെ, ഇത് കഴുകിയിട്ട് തിന്നാ ഓക്കെ. ഇട്ട സാധനം കഴുകിയാലും ഓക്കെ. ഇത് പോയിട്ട് ഫ്രൈ ആക്കിയിട്ട് കഴിച്ചോട്ടോ. ഇതൊരു കഴിക്ക്.
ആ മോമോസ് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. അവൾ ആദ്യമേ ട്രൈ ചെയ്തത് വേണം പറഞ്ഞ് വിളിച്ചതായിരുന്നു, കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാം ഫുള്ളൊന്നും കഴിച്ചില്ല. പിന്നെ എല്ലാം പാഴ്സലാക്കി റൂമിലോട്ട് വന്നു കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് നിർത്തുകയാണ് ഗൈസ്.